IPS ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് MR അജിത് കുമാറിന് DGP റാങ്ക് നൽകാനുള്ള സർക്കാർ തീരുമാനം. വകുപ്പ് തല അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണം എന്ന് കൃത്യമായ ചട്ടം നിലനിൽക്കെ ആണ് ഇത് മറികടന്ന് പ്രത്യേക താൽപര്യം എടുത്ത് സർക്കാർ അജിത് കുമാറിന് പരിഗണന നൽകിയത് എന്നത് വ്യക്തമാണ്. വിവാദ ഉദ്യോഗസ്ഥരെ ഉയർന്ന പദവിയിലേക്ക് പരിഗണിച്ചതിൽ CPI അടക്കമുള്ള ഘടകകക്ഷികൾക്ക് കടുത്ത എതിർപ്പുമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. IPS ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളാണിത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് MR അജിത് കുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ആരെയൊക്കെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കരുത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെ: സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥന് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധം. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ആരോപണമുയർന്ന് സ്ഥാനചലനമുണ്ടായ വ്യക്തിയാണ് അജിത് കുമാർ. പൂരവിവാദത്തിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വ്യക്തിക്ക് എങ്ങനെ വിജിലൻസ് ക്ലിയറൻസ് ലഭിക്കും? പരിഗണിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനുമേൽ മേലുദ്യോഗസ്ഥർ മുമ്പ് അപ്രീതി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിക്കണം. പൂരവിവാദത്തിൽ പോലീസ് മേധാവി അവിശ്വാസം രേഖപ്പെടുത്തിയ അജിത് കുമാറിനെ പരിഗണിക്കുന്നതിന് ഇത് തടസ്സമായില്ല. ഇതടക്കം MR അജിത് കുമാറിന് വെല്ലുവിളിയാകുന്ന നിരവധി നിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി കൈമാറുന്ന പട്ടിക സർക്കാരിന് അംഗീകരിക്കാനോ തള്ളാനോ വ്യവസ്ഥയുണ്ട്. തീരുമാനം നീട്ടിവെക്കാനും സർക്കാരിന് അധികാരമുണ്ട്. പക്ഷേ അജിത് കുമാറിന് DGP പദവി നൽകാൻ സർക്കാരിന് ഇതൊന്നും തടസ്സമായില്ല. അതായത് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാർ കേന്ദ്രങ്ങളിൽ പ്രത്യേക താൽപര്യം പ്രകടമായെന്ന് വ്യക്തം. വിവാദ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകിയത് ഇടത് കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടവച്ചിട്ടുണ്ട്. CPI അടക്കം ഇക്കാര്യത്തിൽ പ്രതിഷേധം പരസ്യമാക്കാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് ആണ് ചേരുന്നത്. സജിത്ത്, നമുക്ക് അറിയാം, ഏറെ രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ആദ്യം അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരണ്ട, മറിച്ച് അതിന്റെ സാങ്കേതികത്വം തന്നെ പരിശോധിച്ചാൽ സർവീസിൽ സംശയങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആൾ ആണ് അജിത് കുമാർ. ഇതിനു മുമ്പ് ചില അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ അദ്ദേഹം പൂർണ്ണമായും മോചിതനാണ്, അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് ലഭിച്ചിട്ടുള്ള ആൾ അല്ല. നിലവിൽ തന്നെ അദ്ദേഹം 3 അന്വേഷണങ്ങൾ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെയിരിക്കെ ഒരാൾക്ക് DGPയിലേക്ക് ഉയർത്തൽ ലഭിക്കുന്നു. സ്വാഭാവികമാണ്, നമുക്കറിയാം, ഇത്തരം സർവീസുള്ള ആളുകളെ അനർഹമായി അവരുടെ പദവികളോ പ്രമോഷനോ ഒന്നും തടഞ്ഞു വെക്കുന്നത് ശരിയല്ല. പക്ഷേ അങ്ങനെ ലഭിക്കേണ്ട സാഹചര്യം ഇല്ലാത്ത ഒരാളെ പ്രത്യേക താല്പര്യത്തോടു കൂടി ഉയർത്തുന്നുവെങ്കിൽ അതും തെറ്റാണല്ലോ. എന്താണ് ഇപ്പോഴത്തെ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ IAS IPS ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ അവരുടെ തുടർ നിയമനങ്ങൾ, ഇക്കാര്യങ്ങളിൽ കൃത്യമായ ചട്ടങ്ങൾ നിലവിലുണ്ട്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ IPS ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച കൃത്യമായ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. ഏതൊക്കെ കാരണങ്ങളാണ് ഒരു സ്ഥാനക്കയറ്റം നൽകുമ്പോൾ പരിശോധിക്കപ്പെടേണ്ടത് എന്ന് സംബന്ധിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനം അജിത് കുമാറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു എന്നതാണ് നമുക്ക് വലിയ പിഴവായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. പ്രധാനമായി ഒന്ന്, ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹത്തിൻ്റെ സർവീസ് കാലയളവിലെ പ്രകടനം അത് പ്രധാനമായി പരിഗണിക്കപ്പെടണം എന്നത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാവണം, അതിൻ്റെ കൃത്യമായ പരിശോധനകൾക്ക് ശേഷം ആവണം പ്രൊമോഷൻ നൽകേണ്ടത്. അതായത് ഈ പ്രൊമോഷൻ നൽകാൻ സർക്കാരിന് മേൽ ശുപാർശ നൽകുന്ന സ്ക്രൂട്ടിനി കമ്മിറ്റി പരിഗണിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെ എന്നത് സംബന്ധിച്ച് കൃത്യമായ നിബന്ധനകളുണ്ട്. അതിൽ ഈ ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ ഓരോ കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ പരിശോധന വേണമെന്ന നിഷ്കർഷയുണ്ട്. അത് ലംഘിക്കപ്പെട്ടു എന്ന പ്രാഥമികമായ കാര്യം അജിത് കുമാറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് നേരത്തെ സൂചിപ്പിച്ച ഈ ഡിസ്പ്ലഷർ. മേലുദ്യോഗസ്ഥൻ ഈ ഉദ്യോഗസ്ഥന് മേൽ ഏതെങ്കിലും തരത്തിലുള്ള അവിശ്വാസം രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ പോരായ്മ ചൂണ്ടിക്കാട്ടുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം സ്ക്രൂട്ടിനി കമ്മിറ്റി പരിശോധിക്കണം. ഇക്കാര്യത്തിൽ നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ കഴിയും. സംസ്ഥാന പോലീസ് മേധാവി MR അജിത് കുമാറിന് സമീപകാലത്ത് തന്നെ സർക്കാരിന് കൈമാറിയ റിപ്പോർട്ട്, മുഖ്യമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടോ എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ചതുമാണ്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുക എങ്ങനെ MR അജിത് കുമാറിന് പ്രൊമോഷൻ നൽകാൻ സർക്കാർ നിശ്ചയിച്ചു, അതിന് തീരുമാനമെടുത്തു എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും ആ മാനദണ്ഡത്തിൻ്റെ ലംഘനം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. മറ്റൊന്നാണ് വിജിലൻസ് ക്ലിയറൻസ്. 2 കാര്യങ്ങൾ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. അതായത് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാണ് ഉദ്യോഗസ്ഥന്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള
വിജിലൻസ് അന്വേഷണം ഇപ്പോൾ നേരിടുന്നുണ്ടെങ്കിൽ അക്കാര്യം കൂടി പരിഗണിക്കണമെന്ന കാര്യം കൂടി പറയുന്നുണ്ട്. നമുക്കിവിടെ അജിത് കുമാറിന്റെ കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പരിഗണിക്കാം. ഒന്ന്, വിജിലൻസ് ഡയറക്ടറായിരുന്ന വ്യക്തിയെ ആരോപണ വിധേയനായ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയ വ്യക്തിയാണ് MR അജിത് കുമാർ. മറ്റൊന്നുള്ളത്, MR അജിത് കുമാർ സമീപകാലത്ത് നേരിടുന്ന വിജിലൻസ് അന്വേഷണമാണ്. നമുക്കറിയാം, ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു ത്രിതല അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടന്നു വരികയാണ്. ഇതിനിടയിലാണ് സ്വാഭാവികമായും ഈ സ്കൂട്ടറി കമ്മിറ്റിയുടെ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുന്നത്. സ്വാഭാവികമായും വിജിലൻസ് ക്ലിയറൻസ് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ സ്കൂട്ടറി ലിസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെട്ടു എന്ന ചോദ്യമാണ്. ഈ ചോദ്യങ്ങളെല്ലാം മറികടന്നാൽ, അല്ലെങ്കിൽ അതിന് സാങ്കേതിക കാരണങ്ങൾ സർക്കാർ നിരത്താൻ കഴിയുമെങ്കിലും അവശേഷിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ സ്കൂട്ടറി കമ്മിറ്റി കൈമാറുന്ന പേരുകൾ സർക്കാരിന് പിടിച്ചുവെക്കാൻ, തീരുമാനമെടുക്കാൻ ദീർഘകാലത്തേക്ക് മാറ്റിവെക്കാം. ഇങ്ങനെ പല അധികാര സാധ്യതകളും സർക്കാരിനുണ്ടായിട്ടും അതൊക്കെ മറികടന്നുകൊണ്ടാണ് MR അജിത് കുമാറിന്റെ കാര്യത്തിൽ തീരുമാനമായി ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇക്കാര്യത്തിൽ പ്രകടമാവുന്ന കാര്യം. സ്വാഭാവികമായും നമ്മൾ വാർത്തയിൽ സൂചിപ്പിക്കുന്ന പോലെ ഒരു രാഷ്ട്രീയ താല്പര്യം അക്കാര്യത്തിൽ പ്രകടമായിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. തീർച്ചയായും അവിടെ സജിത്ത്, സാധാരണ നമുക്കറിയാം ഇതിനു മുമ്പ് ഇത്തരം ചില സംഭവങ്ങളൊക്കെ പ്രധാനമായും ചർച്ച ചെയ്തിട്ടുള്ള പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ജേക്കബ് തോമസിന്റെ കാര്യമാകട്ടെ, TP സെൻകുമാറിന്റെ കാര്യമാകട്ടെ, അവിടെ സെൻകുമാറിനെ തന്നെ പദവികളിൽ നിന്ന് സർക്കാർ നീക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം നിയമ പോരാട്ടത്തിലൂടെ ആ പദവിയിലേക്ക് തിരികെ എത്തിയതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ കേരളം. ഇപ്പോഴിതാ അങ്ങനെയൊന്നല്ല. അതായത് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നവരെ പോലും പ്രധാനപ്പെട്ട ചുമതലകളിൽ നിന്ന് മാറ്റുകയും അവർക്ക് പ്രധാനപ്പെട്ട പദവികൾ നൽകാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ നിരവധിയായ തടസ്സങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. അതായത് ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമാണ്. സാധാരണ ഉദ്യോഗസ്ഥർ നിയമ പോരാട്ടം നടത്തി അവരുടെ പദവികൾ വീണ്ടെടുക്കുകയോ അല്ലെങ്കിൽ ഉയർത്തപ്പെടുകയോ ഒക്കെ ചെയ്യേണ്ടതാണ് എങ്കിൽ ഇത് അതിന് വിപരീതമാണല്ലോ സജിത്. അതെ അഭിലാഷ്, നമുക്ക് പരിശോധിക്കാം. അതായത് ഇന്നലെ ഈ വിവാദമായ ഈ തീരുമാനം പുറത്തു വന്നതിന് ശേഷം സർക്കാർ കേന്ദ്രങ്ങളും പ്രത്യേകിച്ച് CPM കേന്ദ്രങ്ങളും ഒക്കെ വിശദീകരിച്ച ഒരു കാര്യം, ഒരു ഉദ്യോഗസ്ഥന് നൽകേണ്ട സ്വാഭാവികമായ നീതി, ന്യായം, സ്വാഭാവിക നടപടി, അത് മാത്രമാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത്. അതിനപ്പുറത്തേക്ക് MR അജിത് കുമാറിന് ഒരു പ്രത്യേക പരിഗണന നൽകുന്ന തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന വാദമാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് നമുക്ക് പരിശോധിക്കുമ്പോൾ സംഭവിച്ചത് അങ്ങനെയല്ലെന്ന് വ്യക്തമാക്കാം. അവിടെ നിലവിലുള്ള ചട്ടങ്ങളുടെ ലംഘനവും ഒപ്പം തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി നമുക്ക് പരിഗണിക്കേണ്ടി വരും. സ്വാഭാവികമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥനെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ സർക്കാരിന് ഉപയോഗിക്കാൻ കഴിയുന്ന അധികാര പ്രയോഗം അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അവിടെ സ്വാഭാവികമായും MR അജിത് കുമാറിനോടുള്ള ഒരു താല്പര്യം പ്രകടമാവുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്വാഭാവിക നീതി എന്ന ന്യായത്തിനപ്പുറത്തേക്ക് ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമാണ്. മറ്റൊന്നുകൂടിയാണ് അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചു വന്നതുപോലെ, സംസ്ഥാനത്ത് ഇത്ര അധികം രാഷ്ട്രീയ പ്രതിസന്ധി ഇടതുമുന്നണിയിൽ ഉണ്ടാക്കിയ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങനെ പരിഗണിക്കുമ്പോൾ അത് മുന്നണിക്കകത്ത് ഒരു രാഷ്ട്രീയ ഐക്യമുണ്ടാക്കിയോ, അതല്ലെങ്കിൽ അത് സർക്കാരിന് പൊതുവിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി, ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടും എന്തിന് ഈ പരിഗണന നൽകിയെന്ന സ്വാഭാവികമായ ചോദ്യമുണ്ടാകുന്നു. ഇന്നലെ ഈ വിവാദം ഉയർന്നതിന് ശേഷം സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന ഒരു വിശദീകരണം, ഈ സർക്കാരിൻ്റെ കാലത്ത് MR അജിത് കുമാറിനെ DGP തലത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന ഒഴിവുകൾ ഉണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും സ്കൂട്ടറി കമ്മിറ്റിയുടെ ശുപാർശ തങ്ങൾ പരിഗണിച്ചത് അത് സ്വാഭാവിക നീതി എന്നതാണ്. പക്ഷേ ആ വാദം എത്ര കണ്ട് കഴമ്പുള്ളതാണ് എന്ന കാര്യമാണ് സംശയിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് സുരേഷ് രാജ് പുരോഹിതാണ്, അദ്ദേഹത്തിന് ശേഷമാണ് MR അജിത് കുമാറിന്റെ കാര്യം പരിഗണിക്കപ്പെടുക. സ്വാഭാവികമായും കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഈ സുരേഷ് രാജ് പുരോഹിത് തുടരുകയാണെങ്കിൽ MR അജിത് കുമാറിന് ഈ സർക്കാരിന്റെ കാലയളവിൽ തന്നെ DGP തലത്തിലേക്ക് ഉയർത്തുന്ന പരിഗണന ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇത് കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായും സംശയിക്കപ്പെടാം അവിടെ ഒരു രാഷ്ട്രീയ താല്പര്യം പ്രകടമായി എന്ന കാര്യം. അങ്ങനെ ഒരു രാഷ്ട്രീയ താല്പര്യം പ്രകടമായി എന്ന സംശയമാണ് വീണ്ടും ശക്തമാകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് TG സജിത്ത് നൽകിയിട്ടുള്ളത്.